Hallelujah. Let's dive in straight into the word today. നമുക്ക് നേരിട്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം. Few weeks back I did John chapter 7. We will do John chapter 8 today. കുറച്ച് ആഴ്ചകൾ മുമ്പാകെ നമ്മൾ യോഹന്നാന്റെ 7-ാം അധ്യായത്തിൽ നോക്കി. ഇന്ന് നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് പോകാം. John chapter 7 we saw Jesus declaring that if anyone is thirsty, come to me and drink. യോഹന്നാന്റെ 7 നമ്മൾ കണ്ടു. ആരെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കുടിച്ചുകൊള്ളുക എന്ന് യേശുക്രിസ്തു പറയുന്നു. We looked at the setting where it was a feast. At the end of the feast, Jesus declares that come and drink, and from you will gush out living waters. അപ്പോൾ അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയൊരു വിരുന്നായിരുന്നു. അപ്പം യേശുക്രിസ്തു എന്ന് പറയുവാണ്, നിങ്ങൾ ദാഹിക്കുന്നെങ്കിൽ വന്ന് എൻ്റെ അടുത്ത് വന്ന് കുടിച്ചുകൊള്ളുക, നിങ്ങൾ പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. That disturbed the people out there. അവിടെ ഉള്ളവർക്ക് ഇത് കേട്ടപ്പോൾ ഒരു അസ്വസ്ഥതയുണ്ടായി. And I don't know if you remember, at least act as if you remember that I told, they were wanting to catch Jesus on that day. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓർമ്മയില്ലെങ്കിൽ ഓർമ്മ ഉള്ള പോലെ അഭിനയിക്കുക. അവർക്ക് അന്ന് യേശുക്രിസ്തുവിനെ പിടിക്കണമായിരുന്നു. And the best way to do that is shake your head and raise your eyebrow and say, yeah, that's right. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അഭിനയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം തല കുലുക്കി കല്ലിങ്ങനെ മേലോട്ടും കീഴോട്ടും താഴ്ത്തിയാവും. So after that day, when they were disturbed and they all went back to their home, and they were actually, if you remember the Feast of Tabernacle, they put that, small shed kind of a thing. They started removing it, and some of them went back to their own places, and Jesus also went back to wherever he was. That was how chapter 7 ended. അപ്പം ആ യോഹന്നാന്റെ 7-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ കണ്ടത് അത് ടാബർനക്കിളിന്റെ പണ്ടികയായിരുന്നു. അവരൊക്കെ ആണെങ്കിൽ ബൂത്തുകളൊക്കെ ഉണ്ടാക്കി, ഷെഡൊക്കെ ഉണ്ടാക്കി, അവരെന്തുമാത്രം അസ്വസ്ഥതയെന്ന് വെച്ചാൽ യേശുക്രിസ്തു പറഞ്ഞു കേട്ട് അവരാ ഉണ്ടാക്കിയതൊക്കെ അഴിച്ചു മാറ്റിക്കൊണ്ട് ചിലർ വീട്ടിൽ പോയി. And the last verse in chapter 7 says everyone went to his home. 7-ാം അധ്യായത്തിന്റെ അവസാനം ഇങ്ങനെയാണ് തീരുന്നത്, എല്ലാവരും മടങ്ങി അവരവരുടെ വീട്ടിലേക്ക്. One day was over. ഒരു ദിവസം തീർന്നു. And chapter 8 says early in the morning Jesus came again into the temple. എന്നാൽ 8-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അതിരാവിലെ യേശുക്രിസ്തു ആലയത്തിലേക്ക് കയറി. Are you with me so far? ഇതുവരെ നിങ്ങൾ എൻ്റെ കൂടെ. I'll take you through the storyline and then we will look at what is that we can learn from it. ഈ കഥയുടെ പശ്ചാത്തലത്തിൽ കൂടെ ഞാൻ നിങ്ങളെ എടുത്തുകൊണ്ട് പോകാം. നമുക്ക് ഇതിൽ നിന്ന് എന്ത് ഗ്രഹിക്കാൻ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം. So the next day morning, early in the morning, verse 2, he came again into the temple and all the people were coming to him. He sat down and began to teach them. അപ്പം യോഹന്നാൻ 8-ന്റെ 2-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കാം. ജനമൊക്കെയും അവന്റെ അടുക്കൽ ചെന്ന് അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ. So there were a group of people who were now interested in what Jesus had to teach. So the next day morning when he came, they came to Jesus. They all sat down, and you can imagine it was in the temple setting. They all sat down. Jesus also sat down, and Jesus began to teach them. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇപ്പോഴത്തേക്കിനും ഒരു കൂട്ടം ആൾക്കാർക്ക് യേശുക്രിസ്തുവിന് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് ഇരുന്ന് പറയുന്ന കേൾക്കുകയായിരുന്നു. I don't know how long that teaching went on, but the next few verses is about the scribes or the teachers of the law and the Pharisees brought a woman who was caught in adultery. എത്ര നേരം അവർ കേട്ടുകൊണ്ടിരുന്നെന്ന് അറിയില്ല. പക്ഷേ കുറച്ച് നേരത്തിന് ശേഷം അവിടുത്തെ ഫാരിസികളും സദൂസിമാരും ഒക്കെ കൂടി ഒരു വേശ്യയായ സ്ത്രീ അവിടെ കൊണ്ടുവരികയാണ്. You can imagine a setting like this. People are listening and somebody was brought in the midst, accused of a sin, and the consequence of that sin is to stone to death. അപ്പം ആ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കഥ തുറന്ന് ഒരു സ്ത്രീയെ ഇങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് കുറ്റം ചാർത്തുകയാണ് ആ സ്ത്രീയുടെ മേൽ. And we know the story there. ഈ കഥ എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം. And Jesus asked them, if any one of you have not sinned, you have the right to throw the stone. Nobody threw the stone. Jesus looked at this woman. Did anyone throw this stone? She said no. Then Jesus said, even I don't condemn you. Go, sin no more. She was set free on that day. കഥ എങ്ങനെ തുടരുന്നതെന്ന് വെച്ചാൽ യേശുക്രിസ്തു ചോദിക്കുന്നു, നിങ്ങൾ പാപം ചെയ്യാത്തവരെ കല്ലെറിയട്ടെ. അവരാരും കല്ലെറിയുന്നില്ലായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലെങ്കിൽ ഞാനും കുറ്റം വിധിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോയി ഇനി പാപം ചെയ്തെന്ന് പറഞ്ഞാൽ സ്ത്രീയെ അവിടെ നിന്ന് അയച്ചു വിടുകയാണ്. Now if you look at it, they bought a woman who was in bondage, in a prison kind of a situation. They brought her to Jesus to condemn her, and Jesus did not condemn her but set her free.
and gave one instruction to her, telling that now sin no more. ആ പശ്ചാത്തലം നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ ഒരു ബോണ്ടേജിൽ അകപ്പെട്ട ഒരു സ്ത്രീ, കെട്ടുകളിലുണ്ടായിരുന്ന ഒരു സ്ത്രീയെ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് യേശുക്രിസ്തു ആ സ്ത്രീയെ സ്വതന്ത്രയാക്കി വിട്ട് പറയുകയാണ്, പോയി ഇനിയും പാപം ചെയ്യാതിരിക്കുക എന്ന്. When we prayed today morning, when Pastor Tibi was praying today morning, he rebuked certain demons. He rebuked Satan. He rebuked certain lie. How many of you believe that chains were broken? ഇന്ന് പകൽക്കാലത്ത് പാസ്റ്റർ ടിബി പ്രാർത്ഥിച്ചപ്പോൾ പലതരമായ പിശാചുക്കളെയും പലതരമായ സാത്താൻ്റെ ബന്ധനങ്ങളെയും കള്ളങ്ങളെയും ശാസിച്ചു. പക്ഷേ അതിൽ നിന്ന് മോചനം നമുക്ക് കിട്ടിയെന്ന് എത്ര പേര് സത്യത്തിൽ വിശ്വസിച്ചു? Every time we come to Jesus, he sets us free. He delivers us. Because that is his purpose of coming into this world, to set prisoners free. ഓരോ പ്രാവശ്യവും നമ്മൾ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് അടുക്കുമ്പോൾ യേശുക്രിസ്തു നമ്മളെ ബന്ധനങ്ങളിൽ നിന്നും മോചിക്കും. കാരണം അതാണ് യേശുക്രിസ്തുവിൻ്റെ നിയോഗം, നമ്മളെ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ. Now, whether you felt it or not, I'm not concerned with that. The truth, the reality, the spiritual reality is chains were broken, just like what happened to that woman on that day. Her bondage was broken, she was set free, and Jesus gave the instruction, go and sin no more. നമ്മളെ യേശുക്രിസ്തു സ്വതന്ത്രമാക്കി എന്ന അവസ്ഥ നമുക്ക് തോന്നിയാലും ഇല്ലെങ്കിലും അത് സത്യമാണ്. അന്ന് യേശുക്രിസ്തു അവിടെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ചങ്ങലകൾ അഴിഞ്ഞ് യേശുക്രിസ്തു നമ്മളെ മോചിതരാക്കും. But I have a struggle. And the struggle is, when I come into the presence of God, I feel my bondages are broken. I feel I've been set free. I feel that, my guilt is being taken over. My sins have been wiped over. And then when I step into my regular life, I go back into that feeling of, I'm still not free. I'm not healed. I'm not set free. And then I continue to live the same way as earlier. നമുക്കെല്ലാവർക്കും ഉള്ള ഒരു യുദ്ധമാണിത്. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു, നമ്മളെ സ്വതന്ത്രരാക്കി, നമ്മുടെ കെട്ടുപാടിലൊക്കെ അഴിഞ്ഞു എന്ന് നമുക്ക് തോന്നുന്നെങ്കിലും അവിടുന്ന് സാന്നിധ്യത്തിൽ നിന്ന് ഇറങ്ങി ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും അതേ ആ ചങ്ങലയ്ക്കകത്തും അതേ തലവരയ്ക്കകത്തും തിരിച്ചു പോകുന്ന പോലെ നമ്മൾ അനുഭവിക്കുന്നു. So in chapter 8, Jesus teaches them about a profound truth, how to live in freedom. It is not about setting free. It is about how to live in the freedom. It's one thing to be delivered. It's other thing to live a life of deliverance. It's one thing to have a broken chain. It is other thing to live a life freedom. So it is two parts. One is to get the deliverance. The second is to live the life of deliverance. അപ്പം ഈ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഒരു വിഷയമാണെങ്കിലും ആ സ്വാതന്ത്ര്യത്തിൽ തന്നെ നിന്നുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന മറ്റൊരു അനുഭവമാണ്. അതാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. So I'm going to focus on the second part. അപ്പോൾ ആ രണ്ടാമത്തെ ഭാഗം അതിലാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. Because I believe there was chains being broken when Pastor Tibi was ministering through the Holy Spirit, that I hear the chains getting broken. I believe it to its dot. But I want to live that life tomorrow morning. കാരണം ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്റർ ടിബി ഇന്ന് നമ്മുടെ മധ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോലും ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്ന കേട്ടിരുന്നു. അതൊരു സത്യമാണ്. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിൽ ഇവിടുന്ന് വിടുമ്പോഴും എങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. You ready for that? അതിന് നിങ്ങളെല്ലാം ഒരുക്കമാണോ? So I'll fast track a little. അപ്പൊ ഞാൻ കുറച്ച് വേഗതയിൽ ഒന്ന് ഓടിച്ചു വിടാം. After this incident, now you remember the setting, right? They came to the temple courts. Jesus was teaching. There was one incident. Jesus set her free, and after that the teaching continued. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ആലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ആ സ്ത്രീയെ കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് അതിനുശേഷം യേശുക്രിസ്തു ആ സ്ത്രീയെ മോചിച്ചു വിട്ടു. In fact, the whole chapter is actually very interesting arguments. ഈ 8-ാം അധ്യായത്തിൽ മൊത്തം വളരെ രസകരമായുള്ള വാദങ്ങളാണ്. Pharisees challenged Jesus. ഫാരിസികൾ യേശുക്രിസ്തുവിനെ ചാലഞ്ച് ചെയ്യുന്നു. Jesus challenged Pharisees. യേശുക്രിസ്തു തിരിച്ച് അവരെയും ചാലഞ്ച് ചെയ്യുന്നു. They went to a level of Pharisees asking, who is your father? മലയാളത്തിൽ പറഞ്ഞ തന്തയ്ക്ക് പറഞ്ഞു. Is that correct usage? I don't know.
അതേത് അറ്റത്ത് വരെ പോയെന്ന് വെച്ചാൽ ഫാരിസികൾ അവസാനം ചോദിക്കുകയാണ്, താങ്കളുടെ പിതാവാരാണ്? And Jesus also told, your father is the devil. It's there in the scripture, I'll show you. യേശുക്രിസ്തു എന്നിട്ട് പറയുന്നത് നിങ്ങളുടെ പിതാവ് സാത്താനാണ്. Actually, we are more decent, I guess. ആ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ഡീസന്റ് We ആണ്. don't bring father and, your father and all that. We are very careful. നമ്മൾ അപ്പനെ കൊണ്ടുവന്നിരുന്ന് തർക്കിക്കുന്ന രീതിയിലൊന്നും പോവാറില്ല. Then they had a dispute of who Jesus was. എന്നിട്ട് അവരുടെ വാദം ഉണ്ടായി, യേശുക്രിസ്തു ആരാണ്? Then Jesus said, I am so and so. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണെന്ന്. I am the truth, the life. ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. Then they said, you need 3 witnesses to qualify that statement. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 3 സാക്ഷികളുടെ ആധാരം ആവശ്യമാണ്, അത് ഉറപ്പിക്കാൻ. So all that conversation happened till verse 30. ഈ വാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു 30ാമത്തെ വാക്യം വരുന്നിടം വരെ. Okay, let's read verse 30. നമുക്ക് 30ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. Yeah, can you read verse 30? നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ വായിക്കാം. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. So in that teaching that was happening, they were all Jews, and the Jews started to believe in Jesus. അപ്പം ആ വാദവും ആ പഠിപ്പീരും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് യഹൂദന്മാരായിരുന്നു. അവർ ചിലവര് വിശ്വസിച്ചു തുടങ്ങി. So there was a conversion that happened in that teaching that was going on that day. അപ്പം അന്ന് തന്നെ അവിടെ ഒരു കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. And the verse 31. 31ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു. Just stop there. So Jesus now is addressing to all those who believed. ഇനിയും വിശ്വസിച്ചവരോടാണ് യേശു ക്രിസ്തു പറയുന്നത്. So in a setting, there were people who believed in Jesus. I don't know how he did an altar call or whatever. He now was looking at them and he was addressing the people who believed in Jesus. ഇതുവരെ നമ്മൾ കണ്ടതിൽ അവരിൽ ചില യഹൂദന്മാർ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിരുന്നു. അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എങ്കിലും പിന്നീട് യേശുക്രിസ്തു സംഭാഷണത്തിൽ പറയുന്നത് ആ വിശ്വസിച്ചവരോടാണ്. The first lesson that Jesus is teaching fresh believers. അപ്പം ആ പുതിയതായിട്ട് വിശ്വസിച്ചവർക്ക് യേശുക്രിസ്തു ചൊല്ലിക്കൊടുക്കുന്ന ആദ്യ പാഠം ഇതാണ്. I repeat, the first lesson Jesus is teaching the fresh believers. അപ്പം പുതിയതായിട്ട് വിശ്വസിച്ച വിശ്വാസികൾക്ക് യേശുക്രിസ്തു ചൊല്ലിക്കൊടുക്കുന്ന ആദ്യ പാഠം ഇതാണ്. Is in verse 31. അത് 31ാമത്തെ വാക്യത്തിലാണ്. നമുക്കിങ്ങനെ വായിക്കാം. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. So to the believers is saying, if you really want to be my disciples, you got to continue or abide or live in my word. വിശ്വാസികളോട് യേശുക്രിസ്തു പറയുവാണ്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി തുടരണമെങ്കിൽ എൻ്റെ വചനത്തിൽ വസിക്കണം, തുടർന്നുകൊണ്ടിരിക്കണം എന്ന്. Then truly you are disciples of mine, says Jesus. അങ്ങനെയെങ്കിൽ സത്യമായും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്നാണ് യേശുക്രിസ്തു പറയുന്നത്. And that's the message God wants us to hear today. ഈ സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കണമെന്ന് ദൈവം It ആഗ്രഹിക്കുന്നത്. is not just about a deliverance. It is not just about, certain setting free. It is not just about laying of hands. It's one thing, but we don't stay there. From there, we continue in the word. We live in the word. We abide in the word. നമുക്ക് അസുഖങ്ങൾ സൗഖ്യമാക്കുന്നതോ ദൈവത്തിൽ നിന്ന് ഒരു വിടുതൽ കിട്ടുന്നതോ എന്ന് മാത്രമല്ല, അതിനുശേഷം ദൈവവചനത്തിൽ തുടർന്ന് വസിക്കുന്നതിനെ കുറിച്ചാണ്. അതാണ് ഏറ്റവും മുഖ്യമായ And when we abide in the word, it's only then we are the true disciples of Christ. ദൈവവചനത്തിൽ വസിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ശിഷ്യന്മാർ, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാകുന്നത്. Are you with me? Are you with me? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഇതുവരെ? For the chains that were broken today morning, ഇന്ന് രാവിലെ അഴിഞ്ഞു വീണ ചങ്ങലകൾ, you want to continue live in that freedom? ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾക്ക് തുടർന്ന് വസിക്കണം. Abide in the word. എന്നാ ദൈവവചനത്തിൽ നിങ്ങൾ വസിക്കണം. Abide in the word. ദൈവവചനത്തിൽ നിങ്ങൾ വസിക്കണം. Find the truth. സത്യത്തെ കണ്ടുപിടിക്കുക. Hold on to that truth. ആ സത്യത്തെ മുറുകി പിടിക്കുക. Live by the truth. ആ സത്യത്തിൽ ജീവിക്കുക. It is no more about a feeling that you went through in this place, but it is about the truth, because truth is absolute. Truth is eternal. Truth
will always prevail. ഇനിയും തൊട്ട് നിങ്ങൾ അനുഭവിച്ച ഒരു അനുഭൂതിയുടെ കാര്യം മാത്രമല്ല, സത്യത്തിൽ വസിക്കുക, സത്യത്തിൽ നിലനിൽക്കുന്നതിനെ കുറിച്ചാണ്. കാരണം സത്യമാണ് അനന്യമായി ഉള്ളത്. And then he goes on to say, and you will know the truth. When you abide in the word, then you will know the truth. And the truth will set you free. യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ സത്യം അറിയുമ്പോൾ, നിങ്ങൾ ആ സത്യത്തിൽ വസിക്കുമ്പോഴാണ് നിങ്ങൾ സത്യത്തെ അറിയുന്നത്. So when we pray and we lay our hands and we pray and you have experience and deliverance, it's a launch to the freedom. അപ്പം നമുക്ക് സ്വാതന്ത്ര്യമോ സ്വസ്ഥതയോ സൗഖ്യമോ കിട്ടുമ്പോൾ അത് ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ഒരു നിമിഷം മാത്രമാണ്. But when you know the truth will set you free for eternity. എന്നാൽ സത്യം അറിയുമ്പോഴാണ് സത്യം നിത്യതയോളം നമ്മളെ സ്വാതന്ത്ര്യരാക്കി മോചിച്ചു വിടുന്നത്. So there are few principles I want all of us to internalize it. അതുകൊണ്ട് നമ്മൾ ചില സത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഗ്രഹിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. If you abide in the word, then you are the true disciple. നമ്മൾ വചനത്തിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ശിഷ്യന്മാരാകുന്നത്. It is not if you have the word next to your bed, you are a true disciple. No. If you abide in the word, it's only then you are a true disciple. ദൈവവചനം നമ്മുടെ കട്ടിലിന്റെ പടികയിൽ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ആ വചനത്തിൽ നമ്മൾ വസിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ശിഷ്യന്മാരാകുന്നത്. If you have 10 Bibles in your home, you still can live a life of slavery. നമ്മുടെ വീട്ടിൽ 10 ദൈവവചനം ഉണ്ടെങ്കിലും നമുക്ക് അടിമത്തത്തിൽ ജീവിക്കാം. You go to any of our homes, in the outside teepot, there will be a stack of Bibles. Am I right in saying that? നമ്മുടെ ആരുടെങ്കിലും വീട്ടിൽ നമ്മൾ ചെന്നാൽ തന്നെ നമ്മുടെ ടീപ്പോയുടെ മേൽ കുറച്ച് ബൈബിളുകൾ അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. But what's inside that? When you abide in it, that's where the freedom is. പക്ഷെ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അതിനകത്ത് എഴുതിയിരിക്കുന്ന സത്യത്തിൽ നമ്മൾ വസിക്കുമ്പോഴാണ്. Are you with me? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഇതുവരെ? Are you with me? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? I believe the heart of the Father is to set us free. ഞാൻ വിശ്വസിക്കുന്നു പിതാവിന്റെ ഹൃദയം നമ്മളെ സ്വതന്ത്രരാക്കാനാണ്. Because Christ himself said it was for freedom that he came. യേശുക്രിസ്തു തന്നെ പറയുന്നു, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. I'll read some scriptures, okay? നമുക്ക് അതിനുള്ള വചനങ്ങൾ വായിക്കാം. He said, the Spirit of the Sovereign Lord is upon me, because the Lord has anointed me to proclaim good news to the poor and to set captives free. That is his purpose. നമ്മൾ ഐസായ 61:1 അതിനെക്കുറിച്ച് ഇങ്ങനെ വായിക്കാം. That is his purpose. അതാണ് ദൈവം വന്നതിന്റെ നിയോഗം, ഉദ്ദേശം. He wants all his children to be free. തൻ്റെ മക്കൾ സ്വാതന്ത്ര്യരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഐസായ 61:1 And the principle for that freedom ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് is the truth will set you free. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നുള്ളതാണ്. But it all depends on how we are pursuing the truth. പക്ഷേ അത് നമ്മൾ ആ സത്യത്തെ എങ്ങനെ പിന്തുടരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. The key to freedom is truth. സത്യമാണ് സ്വാതന്ത്ര്യത്തിന്റെ താക്കോൽ. But where will you find the truth? എന്നാൽ ആ സത്യത്തെ നമുക്ക് എവിടെ കണ്ടെത്താൻ സാധിക്കും? You have to go to the source of the truth. അതിന്റെ സ്രോതസ്സിലേക്ക് നമ്മൾ പോകണം, സത്യത്തെ കണ്ടെത്തണം. And that is why Jesus himself said, I am the way, the truth and the life. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന്. See, in a given day when you're having your regular activities, നമ്മുടെ ഒരു സാധാരണ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന കൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, it's around 10:20 now. ഇപ്പം ഏകദേശം 10:20 ആയിട്ടുണ്ട്. I'm sure Zomato would have sent you a notification around breakfast. Yeah? എനിക്ക് ഉറപ്പാണ് Swiggy also? Yeah. എനിക്ക് ഉറപ്പാണ് സൊമാറ്റോയും സ്വിഗ്ഗിയിൽ നിന്ന് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കും. And they're very creative. അവർക്കാണെങ്കിൽ അതിൽ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. See, I recently read one, okay? Suno, don't work on empty stomach. ഞാൻ ഈയിടെ അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കേട്ടു. ഒന്ന് കേട്ടുകൊള്ളുക, വിശന്നിരിക്കുന്ന വയറിൽ നിങ്ങൾ ജോലി ചെയ്യില്ലെന്ന്. Sounds like your mother. ഒരു അമ്മ പറയുന്ന പോലെ ഉണ്ട് കേൾക്കാൻ, Isn't it? ഇല്ലേ? Oh, how caring they are. ഓ, എന്ത് കരുതലാണ് നമ്മളെ കുറിച്ച്. All you have to do is press an order. നമ്മളൊരു ഓർഡർ ഞെക്കിയാൽ മാത്രം മതി. Okay, so it will be like this, you're having your regular day, either you're working or let's say you're reading your word and then ting.
നമുക്കൊരു സാധാരണ ദിവസം ഉണ്ടാവും, നമ്മൾ ജോലി ഇന്നലെ ചെയ്തുകൊണ്ടിരിക്കും, പെട്ടെന്ന് ടിങ്. Suno, your stomach, don't work, don't pray while your stomach is empty. കേട്ടുകൊള്ളുക, വിശന്നിരിക്കുന്ന വയറിൽ നിങ്ങൾ ജോലി ചെയ്യരുത്. But that Suno sound like spouse, your wife, yeah? ആ കേട്ടുകൊള്ളുക എന്ന് പറയുന്നത് നമ്മുടെ പങ്കാളി, ജീവിത പങ്കാളി നമ്മളോട് പറയുന്ന പോലെ ഉണ്ട്. അത്രയ്ക്ക് Another one, സ്നേഹം. okay? It's grr, grr, okay? Grr, grr, grr. Probably your stomach is making noises. ചിലപ്പോൾ നമ്മുടെ വയറ് വിശപ്പ് കൊണ്ട് ഗിർഗിർന്ന് ശബ്ദം ഉണ്ടാക്കുമായിരിക്കും. Order something, question mark. എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. Or it would be from Amazon or a Flipkart. അല്ലെങ്കിൽ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആവാം, Or it could be from Netflix. അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ നിന്നും ആകാം. Oh, okay. Nobody here is on Netflix, so I think. നമ്മുടെ ഇവിടെ ആരും നെറ്റ്ഫ്ലിക്സ് ഒന്നും ഇല്ലല്ലോ. You see, we are bombarded with notifications. ഇത്തരം പല നോട്ടിഫിക്കേഷൻസ് കൊണ്ട് നമ്മളെ അങ്ങനെ മൂടിയിരിക്കുകയാണ്. You know, just imagine 10 years back, you did not have this kind of notification. എന്നാൽ 10 വർഷം മുമ്പ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. Today, everything is done to make you think what others want you to think. ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും ബാക്കിയുള്ളവർ നമ്മളെ എന്ത് ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ Everything ആശ്രയിച്ചിരിക്കുന്നു. kind of drives around people opinions, others views, what others want you to do, and so on and so forth. And therefore, we're really not thinking about what is the truth. നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ്. അവർ നമ്മളെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു, അവർ നമ്മളിൽ നിന്ന് എന്ത് ഇച്ഛിക്കുന്നു എന്നുള്ളത്. എന്നാൽ സത്യത്തെ അറിയുവാൻ അതുകൊണ്ട് ആർക്കും നേരമില്ല. So even if you get any of this notification, the deliverance is to find out what is the truth. എന്നാൽ ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും നമുക്ക് കിട്ടുവാണെങ്കിൽ അതിൽ നമ്മുടെ വിടുതൽ ഇരിക്കുന്നത് ഇതിന്റെ സത്യം എന്തുവാണെന്ന് As a അറിയുന്നത്. body of Christ, let's pursue truth. സഭ എന്ന രീതിയിൽ നമ്മൾ സത്യത്തെ പിന്തുടരട്ടെ. Because the truth will set us free. കാരണം സത്യമാണ് നമ്മളെ സ്വാതന്ത്ര്യമാക്കുന്നത്. Bible is very clear. You will know the truth and the truth will set you free. ദൈവവചനത്തിൽ ഈ കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യത്തെ അറിയുകയും സത്യം നിങ്ങളെ മോചിപ്പിക്കും. And truth is not subjective. എന്നിട്ട് ഈ സത്യത്തിന് പല ദിശകളൊന്നുമില്ല. You know, there was a survey done. This is a very, very known survey group called Barna. And they did a survey, most of it from an American crowd. And the survey was, how do you take your moral decisions? ബാർന എന്ന് പറയുന്ന വളരെ വിശ്വസ്തമായ ഒരു സർവേ ഗ്രൂപ്പ് അമേരിക്കയിലെ ക്രൗഡിൽ നിന്ന് ഒരു സർവേ എടുത്തു. അവരെ തീരുമാനങ്ങൾ എങ്ങനെ എടുക്കുന്നതെന്ന്. And about 38% of young adults said, we take our moral decision by what we feel. അതിന് 38% മുതിർന്നവർ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ തോന്നലുകളിൽ നിന്നാണ് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. Imagine a world which is driven by what you feel. ഈ ലോകം മൊത്തം തോന്നല കൊണ്ട് നയിക്കപ്പെടുവാണെങ്കിൽ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. It's not based on a truth. അത് സത്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. Because the truth will set you free. Your emotions could be a outcome of your hormones at that point of time. സത്യമാണ് നമ്മളെ സ്വാതന്ത്ര്യമാക്കുന്നത്. എന്നാൽ നമ്മുടെ തോന്നലുകൾ ചിലപ്പം ആ നിമിഷത്തിൽ നമ്മുടെ ഹോർമോൺസിനെ അനുബന്ധിച്ചായിരിക്കും. And that's why Christ said, if you know the truth will set you free. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ സത്യത്തെ അറിയുമെങ്കിൽ സത്യം നിങ്ങളെ മോചിപ്പിക്കും. When the devil gave some notifications to Jesus after he was fasting and he came out, he sent some notification. How did Jesus deal with it? സാത്താൻ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഉപവസിച്ച് വനാന്തരത്തിൽ ഇരിക്കുമ്പോൾ പലതരം നോട്ടിഫിക്കേഷൻസ് ഇതുപോലെ കൊടുത്തിരുന്നു. യേശുക്രിസ്തു എങ്ങനെയാണ് അതിനെ നേരിട്ടത്? I was just give me a second, all right? I will just try to find out. 27. Okay, I'm missing it. Okay, you know what? Jesus used this phrase, as it is written. യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് പോലെ. When some Pharisees came and questioned him about marriage and divorce, he said, don't you know as it is written? ഫാരിസികളും കല്യാണത്തെക്കുറിച്ചും കല്യാണത്തിന്റെ വേർപാടിനെ കുറിച്ചും സംസാരിച്ചപ്പോഴും യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല, ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നാണ് യേശുക്രിസ്തു. One occasion where they tried to do some trick question. ഒരു സാഹചര്യത്തിലാണെങ്കിൽ ചില ബുദ്ധിപരമായ ചോദ്യങ്ങൾ ചോദിച്ചു കൊടുക്കാൻ നോക്കി. It's like, if a husband marries and the wife dies, he has to take his sister, and then she dies. 7 rounds is over. After the who's,
Who will be his husband in the resurrection? Complicated question. വളരെ നിർണായകമായ ചോദ്യം. അത് എങ്ങനെയാ വെച്ചാൽ ഭർത്താവ് മരിച്ച് പിന്നെ സഹോദരനെ കെട്ടിച്ച് അങ്ങനെ 7 പ്രാവശ്യം 7 സഹോദരന്മാരും മരിച്ചാൽ പിന്നെ അവസാനം ഉയർത്തെഴുന്നേൽപ്പിൽ ആരുടെ ഭാര്യയായിരിക്കും എന്നൊക്കെ. And Jesus' response was, as it is written. യേശു ക്രിസ്തുവിന്റെ ഉത്തരവ്, Don't you know as it is written? വചനത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു You know, നിങ്ങൾക്ക് അറിയില്ലയോ? today people are confused whether which gender they belong to. ഇന്നത്തെ കാലത്താണെങ്കിൽ ആൾക്കാർക്ക് ഞാൻ ഏത് ലിംഗത്തിൽ പെട്ടാന്നുള്ള കാര്യത്തെ ഓർത്താണ് സംശയം. Don't you know as it is written? In the beginning, God created man and women. അതിന്റെ ഉത്തരവുമാണ് നിങ്ങൾക്ക് അറിയില്ലയോ വചനത്തിൽ എഴുതിയിരിക്കുന്നു, ആദ്യത്തെ സ്ത്രീയും പുരുഷനുമായിട്ട് ദൈവം അവരെ സൃഷ്ടിച്ചു. I have a friend in US who once told me that pray that my daughter marries a man. എന്റെ ഒരു US No, I'm not joking. That's a prayer request these days. Not the right husband. Those was back old days. You know, now it is marry a man. യഥാർത്ഥമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് US നിന്ന് വിളിച്ച് എന്നോട് ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് പറഞ്ഞ് ഇങ്ങനെയാണ്, പ്രാർത്ഥിക്കണേ എൻ്റെ മോൾ ഒരു ആണിനെ കെട്ടുമെന്ന്. ആ അവസ്ഥയിലായി. Don't you know as it is written that when a man and a woman will leave their home and cleave together, they will become one, and what God unites no man can separate. നിങ്ങൾക്കറിയില്ലയോ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു ആണും സ്ത്രീയും അവരുടെ അപ്പനെയും അമ്മയും വീടേയും വിട്ട് രണ്ടുപേരും ചേർന്ന് ഒന്നാകും, ദൈവം ഒന്നായി യോജിപ്പിക്കുന്നവനെ ആരും പിരിക്കാതിരിക്കട്ടെ. See, we got to find out what is the truth. What does the Bible say? What is God's way on this situation? അതുകൊണ്ട് നമ്മൾ സത്യം അറിയേണ്ട ആവശ്യമാണ്. ദൈവം എന്താണ് ഇതിനെക്കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പല കാര്യങ്ങളിലും. I am believing this is why the Lord brought this word today. ഞാൻ വിശ്വസിക്കുന്ന ഇതുകൊണ്ടാണ് ഈ ഒരു നേരത്ത് ദൈവം ഈ വചനം God കൊണ്ടുവന്നത്. is raising up a body who will use this phrase as it is written. കാരണം ദൈവം ഒരു തലമുറ എഴുന്നേക്കാൻ പോവുകയാണ്, ഇങ്ങൾക്കറിയില്ലയോ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് You പറയുന്ന have ഒരു a തലമുറ. conversation at your home and you will say, as it is written in Proverbs, as it is written in Matthew. So we will abide by the foundations of the word, the truth, and the truth will set us free. കാരണം നിങ്ങളുടെ വീട്ടിലെ സംഭാഷണങ്ങൾ ഇനി നിങ്ങൾ പറയാൻ പോവാ, നിങ്ങൾക്ക് അറിയില്ലയോ സദൃശ്യവാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സങ്കീർത്തനങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പം നമ്മുടെ ഭവനത്തിന്റെ അടിസ്ഥാനം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെടും. Allow me to say this. One of the things that I loved about this church, and if today also I love about this church, is our father, Pastor John, uses this phrase, Bible says, very often. Bible says is like 20% of his message. ഞാൻ ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ സഭ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ഈ ഭവനത്തിന്റെ പിതാവായ പാസ്റ്റർ ജോൺ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ് പറയുന്നത്, ദൈവവചനത്തിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. Let this body of Christ be known for Bible says as it is written. For every decisions that we make, for every action that we take, we will use the scripture as it is written. Don't you know it is written? And I don't care about others' opinion. I care about God's opinion which is written in his word. നമ്മുടെ സഭ ഇങ്ങനെ അറിയപ്പെടട്ടെ. എല്ലാ സംഭാഷണത്തിലും എല്ലാ തീരുമാനത്തിലും നിങ്ങൾക്കറിയില്ലയോ ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്നുള്ള അഭിപ്രായത്തിലും അടിസ്ഥാനത്തിലും തീരുമാനമെടുക്കുന്ന ഒരു സഭയായി. See, there was a time in David Goliath's time. ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും സമയത്ത് ഇങ്ങനെ ഒരു നേരം ഉണ്ടായിരുന്നു. Goliath sent some WhatsApp messages. ഗോലിയാത്ത് ഇങ്ങനെ ചില വാട്സ്ആപ്പ് മെസ്സേജസ് അയച്ചിരുന്നു. I will defy the armies of Israel. ഇസ്രായേലിന്റെ സൈന്യത്തെ ഞാൻ തകർക്കും. And Goliath sent him a message back. David sent a message back. എന്നാൽ ദാവീദോ മറ്റൊരു മെസ്സേജ് ഇങ്ങനെ അയച്ചു, The Lord who rescued me from the lion and the bear will also rescue me from this Philistine. സിംഹത്തിൽ നിന്നും കരടിയിൽ നിന്നും എന്നെ രക്ഷിച്ച അതേ ദൈവം ഈ വലിയ ആളിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന്. Whose word will you believe? The word that is coming in as different alerts from different people, or the word that the Lord has spoken? Whose word will you believe? On whose word will you stand? When David stood on the word of God, he was able to defy the Philistines. ആരുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങൾക്ക് കിട്ടുന്ന നോട്ടിഫിക്കേഷനിലോ വാട്സപ്പ് അപ്ഡേറ്റിലോ അതോ നിങ്ങളുടെ ജീവനായ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ? See, truth is a revelation about God. സത്യം എന്ന് പറയുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിപാട്. Truth is a revelation about Jesus. സത്യം എന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപാട്. Truth is a revelation about the Holy Spirit. സത്യം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു വെളിപാട്. Truth is a revelation about the way of the Lord. ദൈവത്തിന്റെ വഴികളെ കുറിച്ചുള്ള ഒരു വെളിപാടാണ് Truth സത്യം. is a revelation about his kingdom.
ദൈവത്തിന്റെ രാജ്യത്തിന്റെ കുറിച്ചുള്ള ഒരു വെളിപാടാണ്. Truth is a revelation about His kingdom and His people, His kingdom and His children. Truth is about my Father and His family. That is the truth. സത്യം എന്ന് പറയുന്ന ദൈവരാജ്യവും ദൈവത്തിന്റെ ജനവും ദൈവത്തിന്റെ മക്കളും ആ ദൈവത്തിന്റെ കുടുംബം, ഇതിനെക്കുറിച്ചൊരു വെളിപാടാണ് See, സത്യം എന്ന് പറയുന്നത്. anointing can break the yoke of slavery, അഭിഷേകത്തിന് അടിമത്തത്തിന്റെ നുകത്തെ ഉടയ്ക്കാം, but truth will set you free. എന്നാൽ സത്യമേ നിങ്ങളെ സ്വതന്ത്രരാക്കും. Otherwise, we can go back wearing the same yoke again. അല്ലെങ്കിൽ നമുക്ക് ആ അടിമനുഖം തേടി വീണ്ടും പോകാൻ പറ്റും. We can be delivered from bondage, but truth will set you free forever. അടിമത്തത്തിൽ നിന്ന് നമുക്ക് സ്വതന്ത്രരാകാൻ സാധിക്കും, എന്നാൽ സത്യമേ എന്നേക്കും നിങ്ങളെ സ്വതന്ത്രരാക്കി. You know, we have built strongholds. When we believe a lie of Satan, it slowly takes a foothold in our mind. നമ്മൾ സാത്താന്റെ കള്ളത്തെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത് അതൊരു കോട്ടയായി വരും. And now you start believing it and acting on it. അപ്പൊ ആ കള്ളത്തെ വിശ്വസിച്ച് നമ്മൾ അതിന്റെ മേൽ പ്രതികരിക്കാൻ തുടങ്ങും. Now you start emoting on that, feeling about the lie that the Satan has put into your mind. സാത്താൻ നമ്മുടെ മനസ്സിൽ വിതച്ച ആ കള്ളത്തെ കുറിച്ച് നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. And slowly it becomes a stronghold. അങ്ങനെ പതുക്കെ അതൊരു കോട്ടയായി മാറും. And then that's an access for demon to manifest in our life. അപ്പോഴാണ് അത് പിശാചുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവേശനവാതിലായി മാറും. Then we come one day for a prayer. അപ്പൊ നിങ്ങൾ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വരും. God delivers us from that bondage. ആ ബോണ്ടേജിന് ദൈവം നമ്മളെ സ്വതന്ത്രരാക്കും. But if you leave it like that, പക്ഷെ അങ്ങനെ നിങ്ങൾ അതിനെ വിട്ടാൽ Bible says 7 other spirits will come and dwell there. ദൈവവചനം പറയുന്ന 7 മറ്റ് ആത്മാക്കൾ വന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. You got to replace that with the truth. കാരണം അതിനെ നമ്മൾ സത്യം കൊണ്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. Because the knowledge of the truth is where prisoners are set free. കാരണം സത്യത്തിന്റെ അറിവാണ് തലവരയിൽ നിന്നും ആൾക്കാരെ മോചിപ്പിക്കുന്നത്. There was a time where I had a messed up thinking. ഒരു സമയം ഉണ്ടായിരുന്നു എൻ്റെ ചിന്തകൾ കുഴഞ്ഞിരിക്കുകയായിരുന്നു. I used to hate my imaginations. എൻ്റെ ചിന്തകളെ ഞാൻ വെറുത്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. I can, you know, I would have a doctorate on thinking the worst possible situations. ഏറ്റവും മോശമായ രീതിയിൽ ചിന്തിക്കുന്നതിൽ എനിക്കൊരു ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു. I can actually, you know, beat you in thinking what is the worst case scenario. എനിക്ക് നിങ്ങൾ ആരെയും വെല്ലുവിളിക്കാൻ സാധിക്കും. ഏറ്റവും മോശമായി തീരുന്ന അവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ And പറ്റും. I can actually prove why I am the right person to do that. എനിക്കാണെങ്കിൽ ഇതിന് ഏറ്റവും അനുയോജ്യമായ ആളെ ഞാൻ നിങ്ങളോട് തെളിയിക്കാനും സാധിക്കും. And so it was a messed up thinking. അങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു മനസ്സായിരുന്നു എൻ്റെ. One day in a church in Visakhapatnam, ഒരിക്കൽ വിശാഖപട്ടണത്തെ ഞങ്ങളുടെ സഭയിൽ there was a prayer meeting and I went there. One man of God said, you know, I want to lay hands and pray. And so I stood in the line and then he asked me, what do you want me to pray for you? അവിടെ ഒരു പ്രെയർ മീറ്റിംഗ് ഒരു ദൈവമനുഷ്യൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതുപോലെ ഞാൻ തല കൈവച്ച് പ്രാർത്ഥിക്കട്ടെ, എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് എന്നോട് ചോദിച്ചു. So worst case situation, I really don't want to tell this man what you want to pray. So I told God, if you know what I'm going through, you better tell him and let him pray. അപ്പം എൻ്റെ മനസ്സായതുകൊണ്ട് എനിക്ക് ആ മനുഷ്യനോട് പറയണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ കൂടെ എന്താ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം ഞാൻ സ്വതന്ത്രനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ മനസ്സിൽ കൂടെ എന്തുവാ പോകുന്നതെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹം അതിനുവേണ്ടി എനിക്ക് പ്രാർത്ഥിക്കട്ടെ. So to make it a little more difficult, you know, typical Malayali style, I said, nothing. അതുകൊണ്ട് കുറച്ചുകൂടി No? You do that, right? Can everybody try this? Or some of you are doing it for the first time, no? You do that. I did that. No, nothing. അപ്പൊ അദ്ദേഹത്തിന്റെ കഷ്ടത ഒന്ന് കൂട്ടാൻ വേണ്ടി എല്ലാ മലയാളികളും ചെയ്യുന്ന പോലെ ഞാൻ ഇങ്ങനെ ഇന്ന് ചെയ്തിട്ട് ഒന്നുമില്ലെന്ന് I could see the confusion on his face. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്തിലെ കൺഫ്യൂഷൻ എനിക്ക് കാണാമായിരുന്നു. But he laid his hand on my head. എങ്കിലും അദ്ദേഹം കൈ എന്റെ തലമേൽ വെച്ചു. And straight he just prayed 2 sentences. എന്നിട്ട് രണ്ട് വാർത്തയെ He പ്രാർത്ഥിച്ചു. said, Father, I apply the blood of Jesus over his mind and let his darkness be removed from the mind. അപ്പ ഞാൻ യേശുക്രിസ്തുവിന്റെ രക്തം ഇദ്ദേഹത്തിന്റെ തലമേൽ സ്ഥാപിക്കുന്നു, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഇരുള് ഇപ്പം നീങ്ങി മാറട്ടെ. And renew his thinking. അദ്ദേഹത്തിന് അറിയായിരുന്നു എന്റെ ചിന്ത. In Jesus' name, amen. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. No dramatic thing happened there. അവിടെ വലിയ ഡ്രാമ ഒന്നും നടന്നില്ല. But there was a lot of dramatic thing that happened inside of me. എങ്കിലും എൻ്റെ ഉള്ളിൽ പല ഡ്രാമയും നടന്നിരുന്നു. I went and sat there thinking, God, you really knew and you spoke to this man. And so what is this about this blood?
ഞാൻ അവിടെ പോയി ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു, കർത്താവെ നിനക്ക് ശരിക്കും അറിയായിരുന്നു എന്തുവാ നടക്കുന്നതെന്ന്, അതുകൊണ്ട് നീ മനുഷ്യനോട് പറഞ്ഞേ എന്തുണ്ട് ഈ രക്തത്തിൽ ഇത്രമാത്രം. And then I could feel that release. I really felt that release because on that night I slept well. ഞാൻ സ്വാതന്ത്ര്യനാകുന്ന ഞാൻ ശരിക്കും അനുഭവിച്ചു. കാരണം ആ രാത്രി ഞാൻ നല്ലോലാണ് And I കിടന്നത്. really did not want to compromise on that again. എന്നിട്ട് എനിക്ക് ഇനി ഒരിക്കലും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വേണ്ടായിരുന്നു. Then I started getting into the word. എന്നിട്ട് ഞാൻ ദൈവവചനത്തിനുള്ളിൽ പ്രവേശിച്ചു. And from the word started picking up different scriptures, kept on declaring on my life, kept on declaring on my life, kept on declaring on my life, because I knew that's the truth about God, that's the truth about me, and everything that I believed was a lie, and that lie was a stronghold. The lie was broken, but now I need to start living in that truth. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവവചനത്തിനകത്ത് ചകഞ്ഞെടുത്ത് അവിടുത്തെ ഓരോ സത്യവും ഓരോ വാക്യവും ഓരോ വാർദ്ധത്വവും ഞാൻ എൻ്റെ മേൽ പ്രഖ്യാപിച്ച് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു കള്ളത്തിന്റെ അടിസ്ഥാനം ഇനിയും എൻ്റെ ഉള്ളിൽ പണിയാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ദൈവ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വസിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. Truth is absolute. കാരണം സത്യത്തിൽ വിട്ടുവീഴ്ച. It's like 2 plus 2. If it is 4, across the universe it is 4. If there is a law of gravity, it works everywhere. That's how truth is. It is not dependent on a culture. It is not dependent on certain types of people. It is not dependent on your experience, not dependent on your past. Truth is absolute. സത്യത്തിൽ വിട്ടുവീഴ്ചയില്ല. സത്യത്തിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചാണ്, മാറാൻ പറ്റില്ല. രണ്ടും കൂടി ചേർന്ന 4 വെച്ചാൽ അത് ലോകത്ത് മൊത്തം അങ്ങനെയാണ്. കാന്തത്തിന്റെ ശക്തി സത്യം എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും സത്യമാണ്. നമ്മുടെ സാഹചര്യമോ നമ്മുടെ കൾച്ചറോ നമ്മുടെ സമൂഹമോ ഒന്നിനും സത്യത്തിന്റെ അടിസ്ഥാനത്തെ മാറ്റാൻ സാധിക്കും. If the Lord says, if His word says, you have been fearfully and wonderfully made, that's absolute. That is truth. There is no scope of what is a people's opinion, what is a Facebook opinion, what's an Instagram likes. There is nothing to do with it. What really matters is when God says, you have been fearfully and wonderfully made. I have stitched you in your mother's womb. I have called you by your name before you were even conceived. അതുകൊണ്ട് ദൈവവചനം നിങ്ങൾ ഭയങ്കരമായും ഭയം ഉൾപ്പെടുന്ന രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു, പടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വിട്ടുവീഴ്ചയില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ത് വിചാരിച്ചാലും, ഫേസ്ബുക്ക് എന്ത് ഒപ്പീനിയൻ പറഞ്ഞാലും, വാട്സപ്പിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾ മനോഹരമായും ഭയങ്കരമായും സൃഷ്ടിച്ചിരിക്കുന്നു. Because truth is definitely liberating. കാരണം സത്യം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം. Truth will make you free. സത്യം നിങ്ങളെ മോചിപ്പിക്കും. So setting was Jesus was speaking. There were few people who believed, and then He addressed to them, continue in my word, then you are true disciples. The truth, believe in the truth, and the truth will set you free. He explained that to the new believers. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ കൂട്ടത്തെ വിശ്വസിച്ചവരോട് യേശുക്രിസ്തു പറയുവാണ്, നിങ്ങൾ സത്യത്തിൽ വസിക്കുക, സത്യത്തിൽ നിലനിൽക്കുക, അങ്ങനെയെങ്കിൽ സത്യം നിങ്ങളെ മോചിതരാക്കും. What do you think would be the response of that group when Jesus was teaching them the first lesson? What do you think should be their response? അപ്പം അവര് അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എങ്ങനെ പ്രതികരിച്ചിരിക്കണം? What do you think? Anyone? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? Did they take notes like the way you're taking notes? നിങ്ങൾ എടുക്കുന്ന പോലെ അവർ നോട്ട്സ് ഒക്കെ എടുത്തിരുന്നോ? Hello? What do you think? നിങ്ങൾ എന്തുവാ ചിന്തിക്കുന്നതിനെ You കുറിച്ച്? want to know what did they do? അവരെന്തുവാ ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയണോ? You know, that still happens today. അതേ തന്നെ ഇന്നും നടന്നുകൊണ്ടിരിക്കും. Let's read verse 33. നമ്മളപ്പം യോഹന്നാൻ 8:33 ഇങ്ങനെ വായിക്കാം. See, I want you to know the background. Jesus taught them about the word, true disciples, and the truth. And here is the response from people. അതായത് പശ്ചാത്തലം ഇങ്ങനെയാണ്. സത്യത്തിലുള്ള ശിഷ്യന്മാരെന്തുവാണ്, സത്യം എന്താണെന്ന് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു അവരുടെ പ്രതികരണം. ഇങ്ങനെ 33 വാക്യത്തിൽ ഇങ്ങനെ വായിക്കാം. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാർ ആകും എന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. What you're talking about freedom? We've never been slaves. നിങ്ങൾ എന്തു സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത്? ഞങ്ങൾ ഒരിക്കലും അടിമകളല്ലായിരുന്നല്ലോ. Jews, they've never been slaves. യഹൂദന്മാർ ഒരിക്കലും അടിമകളല്ലായിരുന്നോ? For 400 odd years they were in Egypt as slaves. 400 വർഷങ്ങളോളം അവർ മിസ്രൈമിൽ അടിമകളായിരുന്നു. And when they were delivered also, the slavery inside them continued. ദൈവം അവിടുന്ന് മോചിപ്പിച്ചപ്പോഴും അവരുടെ ഉള്ളിലെ അടിമത്വം തുടർന്നുകൊണ്ടിരുന്നു. They were caught as slaves into exile to Babylon. ബാബിലോൺ ദേശത്തേക്ക് അവരെ അടിമകളായിട്ട് കൊണ്ടുപോയി. They forgot everything. അതൊക്കെ അവർ മറന്നു. What you're talking about freedom? We have never been slaves.
നിങ്ങൾ എന്ത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത്? ഞങ്ങൾ അടിമകളെ അല്ലായിരുന്നു ഒരു You പ്രാവശ്യം. see, that is how sometimes we respond to the word too. പലപ്പോഴും നമ്മളുടെ ദൈവവചനത്തിലുള്ള പ്രതികരണം അങ്ങനെയാണ്. This is not for me. ഇത് എനിക്കുള്ള വചനമല്ല, This is for somebody else. ഇത് മറ്റാർക്കും ഉള്ള വചനമാണ്. Even as I am sharing with you, you are already thinking about somebody else who needs to hear this. ഇപ്പൊ തന്നെ ഞാൻ ഈ വചനം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ തന്നെ നിങ്ങൾ വേറെ ആരെയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, അവർക്ക് അനുയോജ്യമായിരിക്കും. This is for us. ഇത് നമുക്കുള്ള വചനമാണ്. So when we go to the word, let's engage with the word. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അതിന്റെ കൂടെ പ്രതികരിക്കാം. Open our hearts. നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. Allow the Father to speak into our life. പിതാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സംസാരിക്കാൻ അനുവദിക്കുക. Get into a position, Lord, I want to know the truth. എനിക്ക് സത്യം അറിയണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് I നമുക്ക് want to know the truth. എനിക്ക് സത്യം അറിയണം. The truth will set me free. സത്യം എന്നെ സ്വതന്ത്രനാക്കും. So let's keep that as an open mindedness when we read the word. അതുകൊണ്ട് തന്നെ ദൈവവചനം വായിക്കുമ്പോൾ ആ തുറന്ന മനോഭാവത്തോടെ നമുക്ക് അതിനെ സമീപിക്കാം. But there are a lot of other ways that we distort the truth. പല രീതികളുണ്ട് നമ്മൾ സത്യത്തെ മറയ്ക്കാൻ അല്ലെങ്കിൽ സത്യത്തെ മായ്ക്കാൻ I ഉപയോഗിക്കാം. want you to just give me your attention on this. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ. When we are reading the word, നമ്മൾ വചനം വായിക്കുമ്പോൾ or when we are dealing with somebody, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സംസാരിച്ചു, when we are having a conversation with somebody, നമ്മൾ ഒരു സംഭാഷണത്തിൽ ഇരിക്കുമ്പോൾ we continuously distort the truth. നമ്മൾ സത്യത്തെ മറച്ച് അല്ലെങ്കിൽ മായം ചേർത്തുകൊണ്ടിരിക്കും. In fact, what the devil did to Eve, the devil was giving an alert, a prompting with a lie. സാത്താൻ പോലും ഹവ്വയോട് ചെയ്ത ഇതാണ്, ഒരു പ്രോംപ്റ്റിംഗ്, ഒരു അലേർട്ടിംഗ് കള്ളം ഉപയോഗിച്ച് ചെയ്തു. But today we have trained our mind so much that the devil is jobless. നമ്മൾ പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മൈൻഡിനെ എങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കെന്ന് വെച്ചാൽ സാത്താൻ ഒരു പണി ചെയ്യേണ്ട ആവശ്യമില്ല. Because we ourselves do a lot of self distortion of truth. കാരണം ആ പണിയെല്ലാം നമ്മൾ തന്നെ സത്യത്തെ മായം ചേർക്കാൻ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ചെയ്യുന്നുണ്ട്. Looking at me as if I am the only one who is doing this. നിങ്ങൾ എന്നെ Do you നോക്കുന്ന relate ഞാൻ with മാത്രം that? ചെയ്ത ഒരു കാര്യമായിട്ട്. Do you relate with that? Okay, I'll give you some example. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ തരാം. One of the things that we do is we try to do mind reading. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ നമ്മൾ You ശ്രമിക്കും. see why I'm not looking towards that end? നിങ്ങൾ ശ്രദ്ധിച്ചു ഞാൻ എന്താ ആ സ്ഥലത്തേക്ക് നോക്കാത്ത? I'll reveal the secret. ഞാൻ അതിന്റെ Because secret I നിങ്ങൾക്ക് feel പറഞ്ഞുതരാം. somebody there is judging me. കാരണം എനിക്ക് തോന്നുന്നു അവിടെ ഇരുന്ന ഒരാൾ എന്നെ You know what വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. did I do? I'm doing a mind reading that that person there is judging me that you're not good. അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന എന്താണെന്നറിയോ? അത് അവിടെ ഇരിക്കുന്ന ആളെ നോക്കി അദ്ദേഹത്തിന്റെ മനസ്സ് വായിച്ച് ഞാൻ ഒരു മുൻവിധി ചെയ്യുകയാണ്, അദ്ദേഹം നല്ലവനല്ല. Do you do mind reading? നിങ്ങൾക്ക് മനസ്സ് വായിക്കാൻ അറിയോ? You know what we're trying to do? We are already thinking what others are thinking without an evidence for it. നമ്മൾ ഒരാളുടെ മനസ്സ് വായിക്കുന്ന അവകാശപ്പെടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവർ എന്തുവാ ചിന്തിക്കുന്നത് നമ്മൾ തന്നെ നേരത്തെ ചിന്തിച്ച് ഒരു മുൻവിധി അവരെ കുറിച്ച് നമ്മൾ എഴുതുകയാണ്. Telling you a marriage will be really good if you stop mind reading. ഞാൻ നിങ്ങൾക്കൊരു അഡ്വൈസ് തരട്ടെ, നിങ്ങൾ മൈൻഡ് റീഡിംഗ് നിർത്തിയാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സുഖകരമായി പോകും. We are experts. If a boss looks a little different because maybe he's got a problem, but you suddenly feel, oh, something is wrong with me. ഈ മേഖലയിൽ നമ്മൾ പലരും എക്സ്പേർട്സ് ആണ്. നമ്മുടെ ബോസിന് മനസ്സിൽ എന്ത് പോയിക്കൊണ്ടിരുന്ന് നമ്മൾ ഒരുമാതിരി നോക്കിയാലും നമ്മുടെ വിചാരം നമ്മളായിട്ടൊരു പ്രശ്നമുള്ളതുകൊണ്ടാ നോക്കുന്നത്. See, I might not tell a hello to quite a few today, ഇന്ന് ഞാൻ പലരോടും ചിലപ്പോൾ ഹലോ പറഞ്ഞ് കാണത്തില്ലായിരിക്കാം. but you might think നിങ്ങൾ ചിലപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കാം something is there. എന്തോ കുഴപ്പമുണ്ടെന്ന്. See that? കണ്ടോ? But I'm not saying hello because I don't remember names. You see my problem. പക്ഷെ ഞാൻ ഹലോ പറയാത്ത എനിക്ക് പേരുകൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാ. എന്റെ പ്രശ്നം കണ്ടില്ലേ? How many brothers, how many sisters will I keep saying? See, look at it. We are quite quick in mind readings and we say that is the truth and we allow that to define our steps, which is a lie which we fed ourselves. കണ്ടോ, നമ്മൾ എത്ര വേഗത്തിലാണ് ഒരാളുടെ മനസ്സ് വായിച്ചെന്ന് അവകാശപ്പെട്ട് അവർക്കൊരു മുൻവിധി കൊടുത്ത് നമ്മൾ അവരെ വിധിക്കുന്നത്. അതൊരു സത്യമല്ല, കളവിന്റെ അടിസ്ഥാനമാണ്. And some of us are experts in fault finding. നമ്മൾ ചിലവരാണെങ്കിൽ കുറ്റം കണ്ടുപിടിക്കുന്നതിൽ ഭയങ്കര വിമുക്തമാരാണ്. See, even if you're sitting in this place, you still can identify one or two things which has not gone well today. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പലർക്കും ചില കാര്യങ്ങൾ തെറ്റായി പോയത് അടയാളം കാണിക്കാൻ See, you must find a job in the IT testing area, to find the fault. അങ്ങനെയുള്ളവര് ജോലി നോക്കേണ്ട IT യുടെ ടെസ്റ്റിംഗ് ഏരിയയിലാണ്. And just restrict your work just to that. Outside,
There are so many good things that is happening. എന്നിട്ട് ആ മേഖലയിൽ മാത്രം നിങ്ങൾ ഈ കുറ്റം കണ്ടുപിടിക്കുന്ന ജോലി കേന്ദ്രീകരിച്ച് വെളിയിൽ എത്ര മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാനുണ്ട്. See, in the garden, the devil had a job. He tried to scheme. He would have made few attempts, but today we are not giving him a chance because we have trained ourselves. ഏതൻ തോട്ടത്തിൽ ഈ കുറ്റം കണ്ടുപിടിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും സ്കീം ചെയ്യുന്നതൊക്കെ സാത്താന്റെ ജോലിയാണ്. പക്ഷെ ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ സാത്താൻ ആ പണി കൊടുക്കുന്നില്ല, നമ്മൾ തന്നെ അതെല്ലാം ചെയ്യുന്നു. See, I did a good session in one place. One person had a disagreement with what I said. ഞാൻ ഒരു സ്ഥലത്തൊരു നല്ല സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഇരുന്ന ഒരാൾക്ക് എന്നുമായിട്ട് യോജിക്കാൻ പറ്റിയില്ല. One part of the thing. അതും ആ സെഷന്റെ ഒരു ചെറിയൊരു ഭാഗത്ത്. What's our natural response to it? അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? Just catch that one not good thing and explode it as if everything went bad, nothing happened, it really spoiled everything. That's a very negative thinking. ആ ശരിയല്ലാത്ത ചെറിയൊരു ഭാഗത്തെ മുറുകി പിടിച്ചുകൊണ്ട് ആ സെഷൻ മൊത്തം അഴുക്കല്ലെന്ന് പറഞ്ഞ് എല്ലാത്തെയും നശിപ്പിക്കുക, അതാണ് നമ്മുടെ സ്വാഭാവികമായ ഒരു പ്രതികരണം. Can you imagine what all has gone right today morning? നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കുമോ ഇന്ന് ഈ പകൽ നേരത്തെ എന്തൊക്കെ കാര്യങ്ങൾ ദൈവം നല്ലപോലെ ചെയ്തു? Can you imagine? അതൊന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റും. The very fact that the earth is continuing to rotate, I'm amazed. ഭൂമി ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കാര്യം ആലോചിച്ചു തന്നെ The very fact that the universe is operational, I'm amazed. നമ്മുടെ യൂണിവേഴ്സ് തന്നെ ചലിക്കേണ്ട രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആലോചിക്കുമ്പോൾ The very fact that you and me are breathing and we are sitting here in the presence of God, I'm amazed. നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഇവിടെ ഇരിക്കുന്നത് തന്നെ വലിയൊരു അത്ഭുതകരമായ കാര്യമാണ്. There is so much good thing that is happening. പല നല്ല കാര്യങ്ങളും ഒത്തിരി നല്ല കാര്യങ്ങളും We just നടക്കുന്നു. pick one wrong thing that has happened and we even question, is God good? നമ്മൾ ശരിയായി നടക്കാത്ത ഒരു ചെറിയ കാര്യത്തെ മുറുകി പിടിച്ചുകൊണ്ട് ദൈവം നല്ലവനാണോ എന്ന് ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും. Then there are people like what I used to have is to think what is the worst case scenario and dwell on that worst case scenario. മറ്റു ചില ആൾക്കാരാണെങ്കിൽ ഏറ്റവും അഴുക്കായിട്ട് തീരാമെന്ന സാഹചര്യം എന്തുവാന്ന് ചിന്തിച്ചെടുക്കുന്ന ഒരു കൂട്ടമുണ്ട്. But the truth is, God is telling you, I have great plans for you. പക്ഷേ സത്യം എന്താന്ന് വെച്ചാൽ ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് എനിക്ക് മനോഹരമായ ഒരു പദ്ധതിയുണ്ട്. I have plans to prosper you. അത് നിങ്ങൾക്ക് സമൃദ്ധി വരുത്താനാണ്. But we think what is exactly opposite to it. എന്നാൽ നമ്മുടെ ചിന്തയോ അതിന്റെ ഏറ്റവും റോങ് ആയ ദിശയിലേക്കുള്ള കാര്യമാണ്. One another thing I'll share and then we'll pray together. ഒരു കാര്യം കൂടെ പങ്കുവെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. We have a tendency to overgeneralize things. നമുക്ക് കാര്യങ്ങളെയൊക്കെ വളരെ സാധാരണമായിട്ട് കാണാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. Definitely use this word always or never. നമ്മൾ എപ്പോഴും ഈ ഒരു വാക്ക് ഉപയോഗിക്കാം, എപ്പോഴും അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. See, if I have a plan for this evening and that plan did not work out, ഞാൻ ഈ സന്ധ്യ നേരത്തേക്ക് ഒരു പദ്ധതി വെച്ചിട്ട് ആ പദ്ധതി നേരെ നടന്നില്ലെങ്കിൽ, then we will use the phrase like, this always happens with me. I cannot do this. നമ്മൾ പറയുന്നത് എപ്പോഴും ഇങ്ങനെയാണ് എന്നോട് നടക്കുന്നത്, എനിക്കിത് ഒരിക്കലും ഇനി ചെയ്യാൻ സാധിക്കില്ല. But is that truth? പക്ഷേ അത് സത്യമാണോ? No. Or we use that word always and never with our spouse too. നമ്മുടെ ജീവിത പങ്കാളിയുടെ അടുത്ത് നമ്മൾ ഈ ഒരു വാക്ക് ഉപയോഗിക്കും, എപ്പോഴും അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. You're never there for me. ഒരിക്കലും താങ്കൾ എൻ്റെ കൂടെ ഇല്ല. You're always like this. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്. It's wrong. അത് തെറ്റാണ്. It's lie. അതൊരു കളവാണ്. The devil has not worked on that. അത് സാത്താന് ജോലി ചെയ്യേണ്ട ആ കാര്യമേ വന്നിട്ടില്ല. We have become experts in it. കാരണം നമ്മൾ തന്നെ അതിൽ വലിയ എക്സ്പേർട്സ് ആണ്. And then there are emotional reasoning. പിന്നെ ചിലതുണ്ട്, അത് മാനസികമായ ചിന്തകളാണ്. I felt like this. വികാരപരമായ ചിന്തകൾ, എനിക്ക് ഇങ്ങനെ തോന്നി, Therefore that is the truth. അതുകൊണ്ട് അത് സത്യമാണ്. But for a teenager you have to tell them that you felt like this because your hormones and work at that point of time. പക്ഷെ അതൊരു ടീനേജർ ആണെങ്കിൽ നമ്മളാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾക്ക് അങ്ങ് തോന്നാൻ കാരണം നിങ്ങളുടെ ഹോർമോൺസ് ആണ്. But if they think that's the truth, then it is a danger. പക്ഷെ ആ തോന്നൽ സത്യമാണെന്ന് അവർ കരുതിയാൽ അതിൽ വലിയൊരു അപകടമുണ്ട്. This morning I'm believing God is breaking certain patterns of lie in our life. ഞാൻ വിശ്വസിക്കുന്ന ഈ പകൽക്കാലം ദൈവം പല കളവിന്റെ ഒരു പാറ്റേൺ നമ്മുടെ ജീവിതത്തിൽ പൊട്ടിമുറിപ്പിക്കാൻ പോകുന്നു. So just like how Pharisees and the new believers responded telling that we've never been in slavery, there are our own patterns by which we create this lie in our life.
പുതിയ വിശ്വാസികൾ ഞങ്ങൾ ഒരിക്കലും അടിമത്തത്തിലല്ലായിരുന്നു എന്ന് ദൈവവചനത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പാറ്റേൺ പലരും സൃഷ്ടിച്ചിട്ടുണ്ട്. I'll just read one more verse. Okay, verse 43. ഞാൻ 43-ാമത്തെ വചനം കൂടെ ഒന്ന് വായിക്കാം. Can you read verse 43? നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ വായിക്കാം. 43-ാമത്തെ വാക്യം. Just pay attention to this and then we'll pray. ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു പോവാം. 8:43. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എൻ്റെ വചനം കേൾക്കുവാൻ നിങ്ങൾക്ക് മനസ്സിലാകുക കൊണ്ടത്രേ. You see that? It says Jesus is telling them, what you do not understand what I'm saying, it is because you do not have a heart. You cannot hear my word. ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കാത്ത എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് അത് കേൾക്കാനും സ്വീകരിക്കാനുള്ള ഹൃദയമില്ലാത്തതുകൊണ്ടാണ്. Read one more, sorry, okay. Okay, verse 37. നമുക്ക് 37-ാമത്തെ കൂടി ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടം ഇല്ലായകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. You don't have a room for my word. എൻ്റെ വചനത്തിന് നിങ്ങളുടെ ഉള്ളിൽ ഇടമില്ല. I want you to just close your eyes. Everybody stand up. Let's pray together. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാം ഒരുമിച്ച്. There are two phrases that Jesus used to this new believers. ഈ പുതിയ വിശ്വാസികളോട് യേശുക്രിസ്തു 2 വാക്യങ്ങൾ പറഞ്ഞു. You have no room for my word. എൻ്റെ വാക്കുകൾക്ക് നിങ്ങൾക്ക് ഉള്ളിൽ ഇടമില്ല. Allow this to sink in, all right? You have no room for my word. ഈ വാക്കുകളെ നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ ഇറങ്ങാൻ സഹായിച്ചാട്ടെ. എൻ്റെ വാക്കിന് നിങ്ങളുടെ ഉള്ളിൽ ഇടമില്ല. You have no room for my word. എൻ്റെ വാക്കിന് നിങ്ങൾക്കുള്ളിൽ ഇടമില്ല. You have no room for my word. എൻ്റെ വാക്കിന് നിങ്ങൾക്കുള്ളിൽ ഇടമില്ല. And then he says, you are unable to hear my word. എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് എൻ്റെ വാക്ക് കേൾക്കാൻ സാധിക്കുന്നുമില്ല. You're unable to listen to my word. എൻ്റെ വാക്ക് കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. See, we have filled our life with many things that we have no room for his word. നമ്മുടെ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറച്ചുകൊണ്ട് ദൈവവചനത്തിൽ We have so many other priorities that we are unable to listen to his word. നമ്മുടെ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങൾക്ക് മുഖ്യ സ്ഥാനമുള്ളതുകൊണ്ട് ദൈവവചനം കേൾക്കാൻ പറ്റുന്നു. But without his word, his truth, we will not experience the freedom. എന്നാൽ ദൈവവചനത്തിന്റെ സത്യമില്ലാതെ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കും. So today he wants us to be set free. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെ സ്വതന്ത്രരാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. So I'm believing the Spirit of God is moving in this place to make room for his word. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് ഈ സ്ഥലത്ത് ചലിക്കുന്ന ദൈവവചനത്തിന് നമ്മുടെ ഉള്ളിൽ ഇടമൊരുക്കാനാണ്. To be more attentive to his word and the truth. ദൈവവചനത്തിനും ദൈവത്തിന്റെ സത്യത്തിനും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ. And that is what he wants to do this morning. ഈ പകൽ നേരം അതാണ് ദൈവത്തിന് ചെയ്യാൻ ആഗ്രഹം. Oh rahasikibe kulama kazima mama lederianteno zuboko jiba kaldeni maralararasia. The Spirit of God is at work in this place right now. ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. There is a place in your heart where you have filled with number of things, but today he is emptying your heart, and so that there is room for the word of God in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റു പല കാര്യങ്ങളാൽ നിറഞ്ഞിരുന്ന ആ അറയെ ദൈവം ഇന്ന് ഒഴിപ്പിച്ച് തന്റെ വചനത്തെ കൊണ്ട് നിറയ്ക്കാൻ പോകുകയാണ്. Come on, make this your prayer. ഇത് നമ്മുടെ പ്രാർത്ഥന നമുക്ക് ആക്കാം. Lord, I make room in my heart for your word. കർത്താവേ അങ്ങേയ്ക്കായി ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ഇടമൊരുക്കുന്നു. I want everybody to say this. I make room in my heart for your word. നമുക്ക് എല്ലാവർക്കും ഒന്ന് പറയാം അങ്ങയുടെ വചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടമൊരുക്കുന്നു. The Spirit of God is right now working. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിക്കുകയാണ്. He is making room in your heart. നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഇടമൊരുക്കുക. He is making room in your heart. നമ്മുടെ ഹൃദയത്തിൽ ഇടമൊരുക്കുകയാണ്. He is going to fill your heart with the word of God. നിങ്ങളുടെ ഹൃദയത്തെ ദൈവവചനം കൊണ്ട് നിറയ്ക്കാൻ പോകുകയാണ്. He is filling your heart with the truth. നിങ്ങളുടെ ഹൃദയത്തെ സത്യം കൊണ്ട് നിറയ്ക്കുകയാണ്. You will be the one who will say, as it is written. നിങ്ങളായിരിക്കും ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ എന്ന് You will പറയുന്നത്. say, the Bible says. നിങ്ങൾ പറയും ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്. Every decision that you make, you will say, as it is written. നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും നിങ്ങൾ പറയും ദൈവവചനത്തിൽ ഇങ്ങനെ Lord, I എഴുതിയിരിക്കുന്നു. pray, make room in our hearts for your word. കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ വചനത്തെ ഇടമൊരുക്കുക.
Rozikema kolodorobola haderererere. O reziberero kondereba şekereleri anderero. Roteke keleri arabazo bababarazikre. Roncheke zin makele borozi barararabadere. Roncheke azilararara zentene alarara. Some of you have not touched the word for a long time. നമ്മൾ ചിലവര് ദൈവവചനം കുറെ നാളായിട്ട് തൊട്ടിട്ട് പോലുമില്ല. The Spirit of God is reviving the love for His word. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണർത്തുകയാണ്. I can see the word of God tied to you. Tied to you, tied to you. എനിക്ക് കാണാൻ പറ്റും ദൈവവചനം നിങ്ങളിലേക്ക് കൂട്ടിക്കെട്ടിയിരിക്കുന്നതായി. Oh, you and the word is together. നിങ്ങളും ദൈവവചനവും ഒന്നാണ്. Oh, Rabakazi Barabarasia. Who wants to respond to that? Who wants to see the word of God tied to you? Oh, Ratebezula Bokazina. ആർക്ക് ദൈവവചനത്തോട് ചേർന്ന് Lo ഒന്നാവണം? Retebekazele. Oh, Labarante ne Krande lo Retebarande Coloriazaba. Oh, Rabalahella Dania Zulkele Berozi Barara. Rojike Ramakalde Neorola Baranderiasia. Hallelujah. I believe there is a increased love for the word of God. ഞാൻ വിശ്വസിക്കുന്നു ദൈവവചനത്തിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു. You will love every word that നിങ്ങൾ comes from the mouth of the Lord. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനെയും നിങ്ങൾ സ്നേഹിക്കും. Man shall not live by bread alone, but by every word that proceeds from the mouth of God. കാരണം മനുഷ്യൻ അപ്പത്താൽ മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനത്തിലും. Everyone who is listening to the word today, ഇന്ന് ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, you will not live by bread alone, നിങ്ങൾ അപ്പം കൊണ്ട് മാത്രം ഇനി ജീവിക്കും, but you will live by the word that has been spoken. നിങ്ങളുടെ മേൽ സംസാരിച്ചിരിക്കുന്ന വചനത്തിലാണ് നിങ്ങൾ ജീവിക്കും. I believe there is an increased love for the word. ഞാൻ വിശ്വസിക്കുന്നു ദൈവവചനത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു. All eyes closed. Anyone who is struggling with paying attention while reading the word and studying the word, എല്ലാ കണ്ണും നടന്നിരിക്കട്ടെ. ദൈവവചനം വായിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുകയും അത് വായിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന I എല്ലാവരും, want you to respond to this. നിങ്ങൾ ഇതിനോടൊന്ന് പ്രതികരിക്കാമോ? God is releasing കാരണം ദൈവം ഇവിടെ റിലീസ് ചെയ്യുകയാണ്. grace, കൃപ, grace, കൃപ, grace, കൃപ, grace. There is a flow of Kruba. grace. കൃപയുടെ ഒഴുക്കുണ്ട് ഇവിടെ. The Spirit of God, who is the truth, ദൈവത്തിന്റെ വചനമാകുന്ന ആ സത്യത്തിന്റെ the ആത്മാവ്, Spirit of truth. ആ സത്യത്തിന്റെ ആത്മാവ്, There is a grace that has been released today morning ആ ആത്മാവിന്റെ കൃപ ഇവിടെ റിലീസ് ആവുന്നുണ്ട്. to love the word, ദൈവവചനം സ്നേഹിക്കാൻ, to sit with the word, ആ വചനത്തിന്റെ കൂടെ ഇരിക്കാൻ, to pursue after the truth, ആ സത്യത്തെ പിന്തുടരാൻ, and to learn the truth, ആ സത്യം പഠിക്കാൻ, and to declare the truth. ആ സത്യത്തെ പ്രഖ്യാപിക്കാൻ. And the truth will set you free. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. Hallelujah. With all hands lifted up. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്താം. Just for a few minutes. കുറച്ച് നേരത്തേക്ക് മാത്രം. O kabashi kabala randa kozabara. Rujikele bakazile maniandara reteboko. Rujikin al bakaura bakanize. Rujintan kele barra de kurazi. Rujinte ke balakelo riandere. Ruzima kal rabazoba baba. Oh rakalanderasia. The scales in your eyes are getting removed right now. നിങ്ങളുടെ കണ്ണിലുള്ള ആ പാടകൾ ഇപ്പൊ മാറ്റപ്പെടുകയാണ്. You will see what God meant in the word. You will see the way Jesus sees things. ദൈവവചനത്തിൽ കർത്താവ് ഉദ്ദേശിച്ച നിങ്ങൾ Oh, യേശുക്രിസ്തു കണ്ടപോലെ കാണും. in the last days there will be a lot of false prophets. അവസാന നാളിൽ പല കള്ളബോധകന്മാരും പ്രവാചകനും കാണും. But the body of Christ will be founded in the truth. എന്നാൽ ദൈവത്തിന്റെ സഭ സത്യത്തിന് മേൽ അടിസ്ഥാനം ഉറപ്പിക്കും. And in the last days there is a release of truth. എന്നിട്ട് അവസാന കാലത്തിൽ സത്യത്തിന്റെ ഒരു വലിയ റിലീസ് ഉണ്ടാവും. So that we are deeply founded. We are on the foundation of the truth of God. അത് കാരണം നമ്മൾ ദൈവവചനത്തിന്റെ സത്യത്തിന്റെ മേൽ അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കും. That is what God is calling out for you. അതാണ് ദൈവം നമ്മളുടെ മേൽ വിളിച്ചിരിക്കുന്നത്. You will love truth. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കും. You will pursue truth. നിങ്ങൾ സത്യത്തെ പിന്തുടരും. You will wake up in the night searching for truth. നിങ്ങൾ രാത്രിയാമങ്ങളിൽ എഴുന്നേറ്റ് You സത്യത്തെ will തേടും. wait on the Lord to seek the truth. സത്യം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിന്റെ മേൽ You കാത്തിരിക്കും. will receive the revelation from God. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള വെളിപാടുകൾ സ്വീകരിക്കും. And that will set you
your generation that will set this land free. അത് നിങ്ങളെയും ഈ തലമുറയും ഈ ദേശത്തെയും സ്വതന്ത്രരാക്കും. Father, I pray, let grace abound as we dig in to your truth. അപ്പ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കൃപ വർദ്ധിക്കണമേ, അങ്ങയുടെ സത്യത്തിലേക്ക് ഞങ്ങൾ This ആഴത്തിലിറങ്ങുന്നു. morning we pray, let every lie which is a stronghold be broken in the name of Jesus. കർത്താവേ, ഈ കാലനേരത്തിൽ എല്ലാ കള്ളത്തിന്റെ കോട്ടകളും തകരട്ടെ, Every യേശുവിന്റെ നാമത്തിൽ. lie of Satan be broken in Jesus' name. സാത്താന്റെ എല്ലാ കള്ളവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉടയ്ക്കപ്പെടട്ടെ. Let the truth of Jesus be released into our mind. യേശു ക്രിസ്തുവിന്റെ സത്യം ഞങ്ങളുടെ മനസ്സുകളിൽ That റിലീസ് we will ആവട്ടെ. not conform to this world, but be transformed by the truth. ഞങ്ങൾ ഈ ലോകത്തിന്റെ കള്ളത്തിനോട് ചേർന്ന് പോകില്ല, സത്യത്താൽ മാറ്റപ്പെടും. Spirit of God, we pray that in this week, oh God, ആത്മാവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ ആഴ്ച take us into those places where we will love to learn the truth and we enjoy that process of knowing the truth. And Lord, we want to see our life being set free by the truth. സത്യത്തെ അറിയുകയും സത്യത്തെ സ്നേഹിക്കുകയും സത്യത്താൽ ഞങ്ങളുടെ ജീവിതത്തെ സ്വാതന്ത്ര്യമാക്കുന്ന ആ സ്ഥലത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണേ ആത്മാവെ എന്ന് പ്രാർത്ഥിക്കും. Thank you, Lord, for answering our prayer. In Jesus' name we pray this prayer. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ Amen. പ്രാർത്ഥിക്കുന്നു. Hallelujah. ആമേൻ. ഹല്ലേലൂയ.